ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുക. കുറെ ആൾക്കാർ കുറെ കുട്ടികളായിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ പ്രസവിച്ച കുട്ടിനെ ആയിട്ട് പ്രസവിച്ചിട്ട് മുട്ടായൊക്കെ ആയിട്ട് കൊണ്ടു തരിക. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മയ്യത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുക. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം അൺസഹിക്കബിളാണ്. അതൊരു വാക്കിലോ ഒരു വീഡിയോയിലോ ഒരു എങ്ങനെയോ അത് പറയാനറിയില്ല. അങ്ങനെ ആരും പരീക്ഷിക്കാതിരിക്കട്ടെ. എൻ്റെ കണ്ണീര് പടച്ചവൻ എത്രയും പെട്ടെന്ന് അതിനൊരു സന്തോഷം തരട്ടെ. ഒരു വർഷം മുമ്പാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് കമൻറ്റിലും പബ്ലിക്കിലൊക്കെ നിങ്ങൾക്കൊരു തൊയിലും തരാതെ ആളുകൾ നിങ്ങൾ കളിയാക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നിന്നെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ ഇഷ്ടമൊക്കെ പോയി. ആ ഇഷ്ടം പോകാൻ കാരണം നിന്റെ ഭാര്യയുടെ ഒരു പ്രഗ്നൻസിയാണ്. പടച്ചോൻ ചില കാര്യങ്ങൾ നമ്മളോട് വളരെ സൈലന്റ് ആയിട്ടും അല്ലെങ്കിൽ വളരെ രഹസ്യമാക്കി വെക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പരസ്യമാക്കുമ്പോൾ പരീക്ഷണമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ എന്നും അത് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കുട്ടികൾ ജനിക്കാറുണ്ട്, കുട്ടികൾ മരിക്കാറുണ്ട്, സ്വാഭാവികമാണ് അല്ലേ. അല്ലാതെ പരീക്ഷണമാണെന്ന് വിശ്വസിക്കാൻ ഏറ്റവും നല്ലത്. എങ്കിലും നിങ്ങളിത് ജനങ്ങളുടെ റീച്ചിനും വ്യൂസിനും ലൈക്കിനും വേണ്ടിയിട്ട് നിങ്ങൾ ആ പ്രഗ്നൻസി അടക്കം ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഒരു പെണ്ണ് പള്ളയിലാവണത് ആദ്യമായിട്ടാണ് ഭൂമിയിൽ. നമ്മളെ പഞ്ചായത്തിൽ, നമ്മളെ കുടുംബത്തിൽ, നമ്മളെ തറവാട്ടിൽ, നമ്മളെ മഹലിലൊക്കെ നമ്മളെ ഉമ്മ പെങ്ങന്മാരൊക്കെ പള്ളയിലുണ്ടായിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഇത് കാട്ടുകാരും ഉള്ളിൽ അറിയിക്കുകയാണോ? ഇല്ല. പടച്ചോന്റെ ശ്രദ്ധ നിങ്ങളിലുണ്ട്. എല്ലാവർക്കും പടച്ചോൻ ഈ ഭാഗ്യം കൊടുക്കൂല. കുട്ടികളില്ലാത്ത ഒരുപാട് ആളുകൾ ഭൂമിയിലുണ്ട്. ഇന്നും കണ്ണീരോടെ വർഷങ്ങളോളം കുട്ടി മരണപ്പെട്ട ആളുകളുണ്ട് അല്ലേ. ഈ ഒരു മഹത്തായിട്ടുള്ള ദാമ്പത്യം എന്ന പൂന്തോട്ടത്തിലെ ചിത്രശലഭങ്ങളാണ് കുട്ടികൾ എന്ന് പറഞ്ഞത്. നമുക്ക് കയ്യൂക്കുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, വാപ്പ ആചാര്യാണ്, മുറ്റത്ത് ആനുണ്ട്, തറവാടികളാണ്, ഭാര്യന്റെ ബാപ്പാക്ക് 10 സ്ഥലം അവിടെ കൂടുതലുണ്ട്, കോട്ടേഴ്സ് ഉണ്ട്. ഇതിലൊന്നും കുട്ടികളുണ്ടാവില്ല. പടച്ചോന്റെ സ്പർശനം ഏൽക്കാതെ ഒരു പെണ്ണും പ്രഗ്നന്റ് ആവില്ല. എന്നിട്ട് നിങ്ങൾ അതിനെ ജനങ്ങൾക്ക് മുമ്പിൽ റീച്ചിന് വേണ്ടി ഇട്ടുകൊടുത്തത് വളരെ പുച്ഛം. എനിക്ക് ഇന്നും അത് ഈ വീഡിയോയിൽ പറയാതിരിക്കാൻ പറ്റില്ല. ഭാര്യയുടെ പ്രഗ്നൻസി മുതൽ അവളുടെ ടെസ്റ്റിന് ഉണ്ടാകുന്ന ഓരോ നിമിഷം വരെ ആഘോഷിക്കുകയാണ്. കണ്ണേറ് പടച്ചോന്റെ പക്ഷെ നിന്നെ പരീക്ഷയായിരിക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ആഘോഷിക്കപ്പെടേണ്ടത് ആഘോഷിക്കണം. നീ കരുതുന്നുണ്ടോ ഈ സോഷ്യൽ മീഡിയ മുഴുവൻ നിങ്ങളെ ചിരിപ്പിക്കുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ആളുകളാണെന്നുള്ളത്? നമുക്ക് ഗുണമെന്ന് തോന്നിപ്പിക്കും വിധം ശപിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് കുട്ടീനെ തരട്ടെ. ആഘോഷങ്ങളൊക്കെ നമ്മളെ മണിയറയിലോ വീട്ടിലോ ഒരു വരിയിലോ ഒരു പോസ്റ്റിലോ ഒതുക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ആഘോഷം പാടില്ല. നമ്മൾ വീണ്ടും കരയേണ്ടി